ഫ്ലാഷ്ബാക്ക്. കുട്ടി സ്റ്റാർ ആരാന്ന് അറിയുന്നതിന് മുന്നേ ഒരു കുട്ടി ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. ഇതൊരു ഫ്രൈഡേ ആയിരുന്നു കേട്ടോ. ഫ്രൈഡേയ്സ് പൊതുവെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിന് പോയാലോ എന്ന്. ഷോപ്പിങ്ങിനായിട്ട് ഞാൻ ലുലുവിലാണ് കേട്ടോ പോയത്. കുറച്ച് സമാധാനപരമായിട്ട് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയ എനിക്ക് അവിടെ കാത്തിരുന്നത് വളരെ ബഹളവും തിരക്കുമായിരുന്നു. അതുകൊണ്ട് കൂടുതലൊന്നും ഷോപ്പ് ചെയ്യാതെ ജസ്റ്റ് സ്കിൻ കെയർ എസെൻഷ്യൽസ് മാത്രം വാങ്ങി ഇറങ്ങി. അത്ര ബഹളത്തിലൊന്നും ഷോപ്പ് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ ഞാൻ മെട്രോയും കയറി എൻ്റെ ഒരേ ഒരു സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെയാണെങ്കിൽ ഒരു കുട്ടി സ്റ്റാർ ഉണ്ട്. ആൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ. അങ്ങനെ അതും വാങ്ങിയിട്ട് നേരെ അവളുടെ വീട്ടിലെത്തി. എനിക്ക് പിന്നെ ഇഷ്ടമുള്ളിടത്ത് കയറി ചെല്ലാൻ അങ്ങനെ പ്രത്യേക സമയം നോട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കയറി ചെന്ന പാടെ ഒന്ന് റിഫ്രഷ് ആയിട്ട് ഇതാ ഞങ്ങളുടെ കുട്ടി സ്റ്റാറിനെ എടുത്തു. ഈ കുട്ടി സ്റ്റാറിൻ്റെ പേരാണ് കേട്ടോ റിഹാൻ എന്ന്. വീട്ടിൽ പല പേരും വിളിക്കാറുണ്ട്. ഞാൻ റിക്കു എന്നാണ് വിളിക്കാൻ ഉദ്ദേശിച്ചതെങ്കിലും അവനത് മനസ്സിലാവുന്നുണ്ടോ എന്ന് മാത്രം എനിക്ക് അറിയത്തില്ല. ഞാൻ ചെന്നപ്പോൾ എന്തോ ഭാഗ്യത്തിന് പുള്ളി നല്ല എനർജിയിലായിരുന്നു. അതുകൊണ്ട് കുറേ നേരം ആളുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. പൊതുവേ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ ഒട്ടും എക്സ്പേർട്ടല്ല ഞാൻ. എക്സ്പേർട്ട് എന്നേ പറയാൻ പറ്റില്ല. 10 എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ -1 ആയിരിക്കും എൻ്റെ മാർക്ക് അതിൽ. എന്തായാലും പക്ഷേ ഈ ആളുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റും. പിന്നെ എല്ലാ കാര്യത്തിലും എല്ലാവരും അടിപൊളിയാകണം എന്നൊന്നുമില്ലല്ലോ അല്ലേ. അങ്ങനെ ഒട്ടും എനർജറ്റിക് അല്ലാതിരുന്ന എൻ്റെ ഒരു ദിവസം എനർജറ്റിക് ആക്കി തന്ന ആളോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞാനും പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.